ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാലാ രൂപത ബൈബിൾ അപ്പോസ്റ്റലേറ്റിൽ നിന്നും എല്ലാവർക്കും സ്നേഹാന്വേഷണങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പാലാ അൽഫോൻസ്യൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തത്. നമ്മുടെ ലോഗോസ് ക്വിസ് സിൽവർ ജൂബിലി ആയത് പ്രമാണിച്ച് നമ്മൾ സ്ക്രിപ്തൂര എന്നുള്ള പേരിൽ ബൈബിൾ പുതിയ നിയമം പകർത്തി എഴുത്ത് എന്നൊരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഏതാണ്ട് 400ഓളം ആളുകൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ബൈബിൾ എഴുതാൻ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്നു. ആ ഒരു പ്രോഗ്രാം അവസാനിക്കുന്ന ഒരു സമയമാണിത്. ഒരു വർഷമായി നമ്മൾ ആ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതാണ്ട് 170 ആളുകൾ ബൈബിൾ പുതിയ നിയമം എഴുതി പൂർത്തിയാക്കി ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ അൽഫോൻസ്യൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിഷപ്പ് വൈലി ലൈബ്രറിയിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തു. ഏതാണ്ട് ഒരു 200ഓളം ആളുകൾ അവരുടെ ബൈബിൾ പകർത്തിയെഴുത്ത് പൂർത്തിയായിട്ടില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് അത് പൂർത്തിയാക്കി കൊണ്ടുവന്ന് തരുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് നമുക്ക് മൊത്തം 375ഓളം ആളുകൾ ബൈബിൾ പകർത്തി എഴുതാൻ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് സാധ്യമായി. അത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അത്രയും ആളുകൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും പഠിക്കുവാനും അത് പകർത്തി എഴുതുവാനും ഒക്കെ തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളത് നമുക്ക് ബിഷപ്പ് വയലിൽ ലൈബ്രറിയിൽ പ്രവേശിച്ച് അവിടെ നമ്മുടെ ആളുകൾ കൊണ്ടുവന്ന് തന്നിരിക്കുന്ന ബൈബിളുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. നമ്മുടെ ബൈബിൾ കൊണ്ടുവന്ന് തരാനൊക്കെ ആയിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ വാഹനങ്ങളൊക്കെയാണിത്. ഒരുപാട് ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ വരികയും ബൈബിൾ ഇവിടെ തരികയും അതിനുശേഷം സ്നേഹത്തോടു കൂടി ഇവിടുന്ന് പിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തു. നമ്മുടെ അൽഫോൻസ്യൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിഷപ്പ് വയലിൽ ലൈബ്രറി നമ്മുടെ പാലാ രൂപതയുടെ ഒരു ലൈബ്രറിയാണ്. അവിടുത്തെ ലൈബ്രറി ഹാളിലാണ് നമ്മുടെ ഈ ഒരു ബൈബിൾ കളക്ഷൻ നടക്കുന്നത്. ഇതാണ് നമ്മുടെ ബിഷപ്പ് വയലിൽ ലൈബ്രറിയുടെ ചെറിയൊരു ലൈബ്രറി ഹാൾ. ഈ ഹാളിലാണ് നമ്മൾ ബൈബിൾ അപ്പോസ്റ്റലേറ്റിന്റെ ആളുകൾ എഴുതിയിട്ടുള്ള എല്ലാ ബൈബിളുകളും കളക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏതാണ്ട് ഒരു 175ഓളം ബൈബിളുകൾ നമ്മുടെ 20 കൊറോനകളിലെ പള്ളികളിൽ നിന്നായിട്ട് നമുക്ക് ലഭിച്ചു. ഒരുപാട് പേര് വലിയ താല്പര്യത്തോടു കൂടി അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവച്ചു. ഒരുപാട് പേരും ബൈബിൾ എഴുതിയത് അവർ ഓരോരോ നിയോഗങ്ങളൊക്കെ വെച്ചാണ് എഴുതിയത്. ആ നിയോഗങ്ങളൊക്കെ സാധിച്ചു കിട്ടിയ പല കഥകളും ഞങ്ങളുമായിട്ട് അവർ പങ്കുവച്ചു. ഞങ്ങൾക്കും ഇതൊരു വലിയ ആത്മീയ ഉണർവായിരുന്നു. നമ്മുടെ വചനം പകർത്തി എഴുതുന്നത് അവരുടെ ആ ഒരു അധ്വാനവും അവരുടെ ആ കഥകളും ഒക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്കും അത് വലിയൊരു ഉന്മേഷത്തിന്റെ നല്ലൊരു ആത്മീയ അനുഭവത്തിന് കാരണമായി മാറി. ഇതുപോലെ തന്നെ നമ്മൾ ബൈബിൾ അപ്പോസ്റ്റലേറ്റിന്റെ ഈ ഒരു സ്ക്രിപ്തൂര അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർഷം സമുദായ ശക്തീകരണ വർഷമായി ആചരിക്കുകയാണല്ലോ സീറോ മലബാർ സഭയിൽ. ആ ഒരു സമുദായ ശക്തീകരണ വർഷത്തിന്റെ ചുവട് പിടിച്ചാണ് നമ്മൾ സ്ക്രിപ്തൂര 2 എന്നുള്ള പേരിൽ ബൈബിൾ പഴയ നിയമം പകർത്തി എഴുത്ത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്തും ഏതാണ്ട് താല്പര്യത്തോടു കൂടി നിലവിൽ 75ഓളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പഴയ നിയമം പകർത്തി എഴുതുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, നമുക്കറിയാം. ഏതാണ്ട് 1000-ൽ പരം പേജുകൾ A3 ഷീറ്റിൽ എഴുതേണ്ടതായിട്ടുണ്ട്. എങ്കിലും 75ഓളം ആളുകൾ വന്നിട്ടുണ്ട്. നിരവധി ആളുകൾ താല്പര്യത്തോടു കൂടി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പഴയ നിയമം പകർത്തി എഴുതാൻ ഉപയോഗിക്കുന്ന ആ ഒരു പേപ്പർ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ A3 ഷീറ്റ് എന്ന് പറയുന്നത്. A3 ഷീറ്റ് നമ്മൾ പുതിയ നിയമം പകർത്തി എഴുതാൻ ഉപയോഗിച്ച A4 ഷീറ്റിനേക്കാളും ഒരല്പം വലിപ്പം കൂടിയതാണ്. കുറച്ചുകൂടി സൗകര്യമാണ്. നമുക്ക് പഴയ നിയമം എഴുതി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് വലിപ്പം വരില്ലാത്ത രീതിയിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ A3 പേപ്പറാണ് നമ്മൾ പഴയ നിയമം എഴുതാൻ നമ്മൾ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നത്. അത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഇന്നുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അതിന്റെ ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ബൈബിളുകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവർ സമീപ ദിവസങ്ങളിലൊക്കെ ആയിട്ട് എഴുതി എത്തിച്ച് നമ്മുടെ ഓഫീസിൽ നൽകുന്നതാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ ഒരു പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ഒരു ലൈബ്രറി ഹാൾ നമ്മുടെ ഉപയോഗത്തിനായി ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തോളം ഇട്ടു തന്ന പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ പാറക്കട്ടച്ചനെ ഏറ്റവും നന്ദിയോടും സ്നേഹത്തോടും കൂടി അവസരത്തിൽ ഓർക്കുന്നു. ബൈബിൾ അപ്പോസ്റ്റലേറ്റിന്റെ പേരിലുള്ള നന്ദി അച്ഛനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംരംഭത്തിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നത് നമ്മുടെ രൂപതയിലെ മലപ്പുറം പള്ളിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ബൈബിളുകൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ആയാങ്കുടി ഇടവകയിൽ നിന്നാണ്.
അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ തോമസ് ചില്ലക്കലത്തിന് അതിന് വലിയൊരു പ്രോത്സാഹനം നൽകി. ഏതാണ്ട് 30ഓളം ആളുകളാണ് അവിടെ ബൈബിൾ പുതിയ നിയമം പകർത്തി എഴുതിയത്. അതിൻ്റെ അകത്തൊരു 16 പേര് പൂർത്തിയാക്കി. അവരുടെ ബൈബിളുകൾ 16 എണ്ണവും കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്ന് തന്നു. ബാക്കിയുള്ളവരും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 30 പേര് ഒരു ഇടവകയിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം ഒരേ സമയം പകർത്തി എഴുതുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു കൗതുകവും അതുപോലെ തന്നെ വലിയൊരു അത്ഭുതവുമായിട്ട് തോന്നി. അതുപോലെ ബൈബിൾ പഴയ നിയമം പകർത്തിയെടുത്ത് സ്ക്രിപ്റ്റൂര 2-ലും അവിടുത്തെ നിരവധി ആളുകൾ പേര് തന്നിട്ടുണ്ട്. ആ ഇടവകയ്ക്കും വികാരിയച്ഛനും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമ്മുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റിന് നിങ്ങൾ എല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.